എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇതാ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കോയിൻ മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മുറുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ചെറിയൊരു എരിവുണ്ടാവും നമ്മുടെ മുറുക്കിന്. അപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല തിളച്ച ചൂടുവെള്ളം 1.25 കപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകമൊന്നും ചേർക്കുന്നില്ല, എള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചുറ്റിച്ച് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാറിൻ്റെ ഒരു അച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ ചുറ്റിച്ച് നോക്കാം. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ പാകം കറക്റ്റാണ്. അല്ല നമ്മൾ ഇതേപോലെ ചുറ്റിക്കുന്ന സമയത്ത് ഇത് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ മാവ് റെഡിയാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് ഇതേപോലെ ചുറ്റിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് കുറച്ചൊന്ന് ചുറ്റിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോയിൻ മുറുക്കാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ വളരെ കുഞ്ഞിതായിട്ടാണ് ഞാൻ ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്നതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പറിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതേപോലെ ചുറ്റിച്ച് വയ്ക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ മുറുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ കോയിൻ മുറുക്കായതുകൊണ്ട് ഇതേപോലെ കുഞ്ഞിതാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ആദ്യത്തെ ബാച്ചിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മുറുക്കിടുന്ന സമയം തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് കുറച്ചിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 5-6 എണ്ണമൊക്കെ ഒരു സമയം ഇടാം. നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് ഇട്ട ഉടനെ തന്നെ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല. 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരാൻ വരെ. അപ്പോൾ അത് അവിടെ ഒന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കാതിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും, അധികം സമയമൊന്നും ആവില്ല. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിലുകില സൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവെല്ലാനും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക. അതേപോലെ ഇത് മുറുക്ക് എണ്ണയിലേക്ക് ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കാതിരിക്കുക. അത് രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കോയിൻ മുറുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഞാൻ എല്ലാ മുറുക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ അളവിന് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാ
നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ കോയിൻ മുറുക്ക്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോയിൻ മുറുക്കാണ്. കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്